എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ബൈ ഇലക്ഷൻ 2018 മത്സരിക്കുമ്പോൾ ഒരു കെവിൻ കൊലക്കേസ് നമുക്കറിയായിരിക്കും. നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് അന്ന് എന്നെ സഹായിച്ചതാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കെവിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽപ്പിക്കാൻ വേണ്ടി വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് 2018 ഓർത്തുകൊണ്ട് അന്നത്തെ ടെലിവിഷൻ ചാനലുകളൊക്കെ നോക്കിക്കൊണ്ട് വല്ല വസ്തുണ്ടോ? ഒരു വസ്തുതയിലും തെളിഞ്ഞില്ല. പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഇടതുപക്ഷം തോൽപ്പിക്കണം. ആ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും അറിയാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കള്ളപ്രചരണം കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തില്ല. ഇന്നലെ നിങ്ങൾ എന്തിനു കൊടുത്തു? ഇന്നലെ അവിടെ വയനാട്ടിലും പിന്നെ ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടക്കും. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട കേരളത്തിൽ CPM-നെ ഇടതുപക്ഷത്തിൽ തകർക്കണം, ഇല്ലാതാക്കണം. നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്യൂസും കിട്ടിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ UDF വിരുദ്ധമായ രാഷ്ട്രീയമാണ് അവിടെ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ചേലക്കര ജയിക്കാൻ പോകുന്നു. വയനാടിനെ പറ്റി ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ചേലക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലത്തിൽ രാധാകൃഷ്ണനേക്കാൾ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതിയിലേക്ക് പ്രവർത്തനം മാറിയപ്പോൾ എങ്ങനെയും ഞങ്ങൾ തോൽപ്പിക്കണം. അതിന് ബഹുമാനായ EPA ആ മനുഷ്യൻ പുസ്തകം എഴുതി ഗവൺമെന്റിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഗവൺമെന്റ് എല്ലാം പരാജയമാണെന്ന് പറയുന്നു. ഇങ്ങനെ അനാവശ്യമായ ഒരു ക്യാമ്പയിൻ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പരാമർശിക്കുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പരാമർശിക്കുന്നതിന് 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട്ട് സ്ഥാനാർത്ഥി മികച്ച തരത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇടതുപക്ഷം തോറ്റ് തുന്നം പാടണം. ആ കാലം മാറി. ഞങ്ങളവിടെ ജയിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് വളർന്നു വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്നലെ സംഘടിതമായിട്ടുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ്. EP പറഞ്ഞതാണ് കറക്റ്റ്. EP വിശ്വാസമെടുക്കുകയാണ് പാർട്ടി. ആ കാര്യത്തിൽ എല്ലാ സന്ദർഭത്തിലും പാർട്ടിയോടൊപ്പം നിന്ന ആളാണ് EP. അല്ല, പാർട്ടിയെ വഞ്ചിക്കുന്ന നിലപാടൊന്നും EP സ്വീകരിക്കത്തില്ല.